നമസ്കാരം, അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂരിൽ ഇന്നലത്തെ ശക്തമായ കാറ്റിലും മഴയിലും നിരവധി വൃക്ഷങ്ങൾ കടപുഴകി വീണു. അരൂർ 17-ാം വാർഡിൽ പുറത്തുകാട് സലിമിന്റെ വീടിന് പുറത്തുള്ള വലിയൊരു പഞ്ഞിമരം ഇന്ന് രാവിലെ 6 മണിയോടെ കടപുഴകി വീണ് വീടിന് കാര്യമായ നാശനഷ്ടമുണ്ടായി. തലനാരിഴയ്ക്കാണ് അത്യാഹിതം ഒഴിവായത്. ആളപായമില്ല. അരൂർ പഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി പണിത വീടിനാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. കാലവർഷക്കെടുതിയിൽപ്പെട്ട നാശനഷ്ടമായതിനാൽ പ്രകൃതി ദുരന്തത്തിന്റെ ഗണത്തിൽപ്പെടുത്തി സർക്കാരിൽ നിന്ന് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കണമെന്നാണ് അരൂർ പഞ്ചായത്ത് 17-ാം വാർഡിലെ മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ CK പുഷ്പൻ ആവശ്യപ്പെടുന്നത്. അരൂർ പഞ്ചായത്ത് 17-ാം വാർഡിലാണ് പുറത്തുകാട്ട് വീട്ടിൽ സലീമിൻ്റെ വീട്ടിലാണ്. ഏതാണ്ട് ഒരു 5:45-നും 6-നും ഇടയിലുള്ള സമയത്താണ് അതിശക്തമായ കാറ്റിലും മഴയിലും. അപ്പോൾ മഴ കാരണം സലീം നേരത്തെ എഴുന്നേറ്റിരിക്കുകയായിരുന്നു. ഭയാനകമായൊരു ശബ്ദം കേട്ട് എല്ലാവരും പെട്ടെന്ന് ഉണർന്ന് വാതിൽ തട്ടിപ്പൊളിച്ച് എല്ലാവരും പുറത്തോട്ട് ജീവരക്ഷാർത്ഥം ഓടുകയാണ് ചെയ്തത്. അത് പെട്ടെന്ന് വന്ന് സൺസൈഡിൻ്റെ വീടിൻ്റെ ഭാഗങ്ങൾ ഒക്കെ തകർന്നടിച്ച് താഴ്ത്തു കിടക്കുകയാണ്. അതുമാത്രമല്ല, പുതിയ പെരയായ കൊണ്ട് അല്ലെങ്കിൽ നിലംപതിച്ച എല്ലാം അപകടത്തിൽ പെട്ടുപോയിരുന്നു. പുതിയ പെര അധികം നാളായിട്ടുള്ള വീട് വെച്ചിട്ട് അല്ലെ തകർന്നടിച്ച് പോയേനെ. പെരക്ക് ആപ്പാടെ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10, 15, 20, 25 ലക്ഷം രൂപ മുടക്കിയാണ് ഇത് ഉണ്ടാക്കിയേക്കണം. കടവും വില ബാങ്ക് ലോൺ തന്നെ 2 സ്ഥലത്തു നിന്നുണ്ട് സൊസൈറ്റികൾ. അതിപ്പോൾ ഏകദേശം തകർന്നടിഞ്ഞ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 46 ഇഞ്ച് വണ്ണമുള്ള വലിയ മരമാണ് ഈ വന്ന് വീണത്. പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ വന്ന് സ്ഥലം സന്ദർശിച്ച് അവർ വന്ന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു പോയി. അതിൻ്റെ 4 സ്ഥലങ്ങളിൽ നിന്നുള്ള ഫോൺ നമ്പർ ഫോട്ടോസ് എല്ലാം വില്ലേജ് ഓഫീസർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് നേരെ താലൂക്ക് ഓഫീസിലേക്കും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനും ജില്ലാ മജിസ്ട്രേറ്റിനും കൈമാറിയിട്ടുണ്ട്. പഞ്ചായത്തും വില്ലേജ് ഓഫീസും കൂടെ നടപടി ചെയ്യേണ്ടത്. ആവശ്യമായ നഷ്ടപരിഹാരം കിട്ടിയ കിടക്കുന്ന കിടപ്പാടമാണ്. സാധാരണഗതിയിൽ ഒരു കാലവർഷക്കെടുതിയിലുണ്ടാകുന്ന പോലത്തല്ല പുതിയ വീട് വെച്ചതിന് വിള്ളൽ സംഭവിച്ചിരിക്കുക. സൺസൈഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് താഴെ നിലംപതിച്ച അവസ്ഥയിലാണ്. എത്ര ആളാണ് ഇത് വെച്ചിട്ട്? ഇപ്പോൾ ഒരു 7 വർഷം പഞ്ചായത്തിൻ്റെ ഇത് നമുക്ക് ലോണിന് കിട്ടിയത്. ലൈഫിൻ്റെ മൊത്തം പോയി കഴിഞ്ഞു. തട്ട് എങ്ങനെയാണെന്ന് അറിയാൻ തട്ട് അകത്ത് വിള്ളൽ വീണിട്ടുണ്ട്. ചെറിയൊരു പൊട്ടൽ വീണിട്ടുണ്ട് റൂമിൻ്റെ ഉള്ളിൽ. സന്ദേശം അയച്ചതിനെ തുടർന്ന് അരൂരിലെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി മരം മുറിച്ചു മാറ്റാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഭാരം കൂടിയ തടിയായതിനാൽ ക്രെയിൻ ഉപയോഗിച്ച് മാത്രമേ വീട്ടിലേക്ക് ചെരിഞ്ഞു കിടക്കുന്ന മരം നീക്കാനാവൂ എന്ന് അവർ അറിയിച്ചതായി വീട്ടുടമസ്ഥൻ സലിം വിശദീകരിച്ചു. ഇതൊരു അറിയിപ്പാണ്. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ സുവിശേഷ സമ്മേളനം സെപ്റ്റംബർ 12 മുതൽ 15 വരെ കുണ്ടന്നൂർ കവലയിൽ നടത്തപ്പെടുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ എറണാകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സണ്ണി അലക്സാണ്ടർ സുവിശേഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ഏവർക്കും സ്വാഗതം.